വെൽക്കം ടു ആഗൂസ് വേൾഡ്. നാളെ ഞാൻ ഓസ്ട്രേലിയക്ക് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുത്തശ്ശിയും എൻ്റെ അച്ഛനും കൂടിയാണ് ഓസ്ട്രേലിയക്ക് പോണേ. അതുകൊണ്ട് അതിൻ്റെ പാക്കിംഗ് ഇന്ന് ഞാൻ ചെയ്യാൻ പോവാണ്. ഗായ്സ്, നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകണേന്ന് കാണണ്ടേ? അന്ന് ഇങ്ങോട്ട് വാ ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ പെട്ടി, അറിയോ? ഈ പെട്ടിയിലാണ് ഞാൻ എല്ലാം എടുത്ത് വെക്കുന്നത്. പേര് കമീലിയൻ. എൻ്റെ അമ്മ ഏത് കമ്പനി ആയാലും ഞാൻ തുറന്ന് കാണിച്ചു തരാം ഗായ്സ്. അതുകൊണ്ട് ഇവനെ തെർമൽസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ജാക്കറ്റാണ് കിട്ടിക്കുന്നത്. ഇതൊക്കെ ഓസ്ട്രേലിയയിൽ തണുപ്പിന് വേണ്ടി ഉള്ളതാണ്. ഇനി എടുത്തു വെക്കാം. ഇതൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ കവർ ചെയ്യാം. ഇത്രയും വലിയ സ്പേസിൽ ഇതാട്ടു. ഇനി അടുത്ത സാധനം എടുക്കാൻ പോവാ. കുറെ സാധനങ്ങൾ ഇതിനേക്കാളും നല്ലത് എല്ലാ സാധനവും തവണ ഉണ്ടാവാ. അപ്പൊ ഇത്രയും കൂടി ഈസി ആവും. എന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ മുത്തശ്ശീൻ്റെയാണ്. മുത്തശ്ശീന്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു കൊണ്ടുവരാം. ആദ്യം എന്റെ മുത്തശ്ശീന്റെ പാക്കിങ്ങിന്റെ മുമ്പേ വേറെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ട്. എന്താന്ന് കാണിച്ചത് ഓരോ ബേക്കറി ഐറ്റംസ് ആണ് ഇനി എടുത്തു വെക്കാൻ. ഇവിടെ ഷർട്ട്സ് ആണ്, അതുകൊണ്ട് ഇവിടേക്ക് പോട്ടെ. അതുകൊണ്ട് ഇനി മുത്തശ്ശി പാക്ക് ചെയ്യും. മുത്തശ്ശിനെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാണ് എന്റെ മുത്തശ്ശി. മുത്തശ്ശി നമുക്ക് പാക്ക് ചെയ്യാം. ഈ ബേക്കറി ഐറ്റംസിൽ തന്നെ വെച്ചാൽ മതിയല്ലേ? എല്ലാം കൊള്ളണം. എല്ലാം കൊള്ളണം കൊള്ളണം. എന്റെ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു സാധനം ഇമ്പോർട്ടന്റ് ആണ്, അത് പക്ഷെ മറന്നുപോയി. ആ ഒരു സാധനം എടുക്കുകയാണെ. പാമ്പും കോഴി എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വേർഡ് സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് എടുത്തു വെച്ചു. ഇതെടുത്തു. ഇപ്പത്തെ ഒരു സാധനം കൂടി ഉണ്ട്, അതാ കിട്ടി.
ഞാൻ തിരിച്ചാണ് വെച്ചേക്കണേ. ഇവിടെ കുറെ സിപ്സ് ഉണ്ട്. ഇവിടെ കുറെ സിപ്സ്. ഇനി എൻ്റെ വാട്ടർ ബോട്ടിൽ വെക്കണം. ചെസ് ബോർഡ് എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ. പിന്നെ എന്തോ ടോയ്ലറ്ററീസ് എല്ലാം കുറെ സാധനങ്ങളുണ്ട്. എന്തോ അമ്മ ഇതെന്തിനാ എന്നാവേ, പക്ഷെ മുത്തശ്ശി പറയാറുണ്ട് ഇനി മെഡിസിൻസ്. ഇതെന്താന്ന് നോക്കട്ടെ, ഞാൻ അറിഞ്ഞില്ലല്ലോ. കണ്ടോ, ഇനി ഞാനിപ്പോ ഈ ഒരു ക്യാബിൻ ബാഗ് എടുത്തു. ഇനി മുത്തശ്ശീന്റെ ഡയറീസും എല്ലായിടത്തും ഇതിലേക്ക് ഇടാൻ പോവാണ്. ഈ ഒരു കുഞ്ഞു സ്ഥലത്ത് വേണമെങ്കിൽ ഈ ഒരു ഡയറി എടുത്തുമേ. ഇത്ര ഹെവിയാട്ടോ ഈ റോളർ. എന്തിനാണ് ഇങ്ങനെ റോൾ ചെയ്യണം അമ്മേ. ഈ രണ്ട് ഡയറി ഇതെടുത്ത് വെച്ച് ഇതാകണ്ടോ. ഇനി രണ്ടാമത്തെ ഇതില് ചെസ് ബോർഡ് എടുത്ത് വെക്കാം. മെഡിസിന് മുത്തശ്ശി എന്തൊക്കെ മെഡിസിൻ ആവേ. എനിക്ക് എന്നും സിറപ്പൊക്കെ കഴിക്കണ്ടേ വരും. ഒരു 6 മാസത്തിനകത്ത്. എനിക്ക് മുത്തശ്ശി പറയണേ നീ 3ാമത്തെ സിപ്പാട്ടോ. അയ്യോ ഇത് അടയ്ക്കാൻ മറന്നു പോയില്ലോ. എന്തൊരാ അടച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് വെക്കുക. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ അകത്ത് ടോയ്ലറ്ററീസ് എന്ന് പറഞ്ഞ കുറെ സിബ് ഇതിന്റെ ഒക്കെ അടക്കിയ, അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് തോന്നുന്നുണ്ട് ഇതുകൊണ്ട്. കണ്ടോ, ഇനി ഈ ഒരു ഇത് വേണമെങ്കിൽ ഇടുക. പിന്നെ അപ്പൊ ഈ ഒരു ക്യാബിൻ ബാഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ സാധനങ്ങളാണ്. ഇത് എന്റെ ബാഗാണ്. എന്റെ ബാഗിൽ കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നെറ്റ്സ്, ഇത് മൈക്രോ പഫ്, ഇയർ മഫ്, സോറി. ഇത് ഷീറ്റ്, പേര് വർക്ക്. പിന്നെ ഇത് അഡാപ്റ്റർ. പിന്നെ ഇത് വെറുതെ തുണി, മലയാളം അറിയാം. ഇത് സെന്റർ ഫ്രൂട്ട്, ഇത്ര പോക്കറ്റ് ടിഷ്യൂ. ഇനി ഇയർഫോണ്. ഇതെന്തോ ദ്വീപം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇത് പവർ ബാഗ്, പിഗ്ഗി ബാഗ്, അങ്ങനെ പൈസ കിട്ടില്ലേ. പിന്നെ എന്റെ ടാഗ് 5